ഓപ്ഷൻ ബയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. കൺസോളിഡേഷൻ മാർക്കറ്റ് നിങ്ങളെ ട്രാപ്പിലാക്കിയേക്കാം. ഇന്ന് മാർക്കറ്റ് പോസിറ്റീവായി ഓപ്പൺ ചെയ്തു. 26,000 ലെവൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നീട് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതോടെ നിഫ്റ്റി ഓൾമോസ്റ്റ് ഫ്ലാറ്റായിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓട്ടോ മെറ്റൽ സെക്ടറൊക്കെ സ്ട്രോങ് ആയിരുന്നു. IT സ്റ്റോക്സ് വീക്കായിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, പ്രത്യേകിച്ച് ഒരു 3 ദിവസമായി മാർക്കറ്റ് കൺസോളിഡേഷൻ ഫേസിലാണ്. ഏതോ ഒരു ഭാഗത്തേക്കുള്ള ബിഗ് മൂവ്മെൻറ്റ് വരാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ശ്രദ്ധിക്കാനായിട്ടുള്ളത് 26,000 മുകളിൽ ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് വന്നാൽ അവിടെ ഒരു ബുള്ളിഷ് മൊമെൻറ്റം നടക്കാൻ സാധ്യതയുണ്ട്. 25,800 താഴേക്ക് ബ്രേക്ക് ഡൗൺ വന്നാൽ അവിടെ സെല്ലേഴ്സ് ഡോമിനേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, 26,000 മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് വന്നാലും 25,800 താഴേക്ക് ബ്രേക്ക് ഡൗൺ വന്നാലും അവിടെ വോളിയത്തിൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ബിഗിനേഴ്സിനോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഓപ്ഷൻ ബയേഴ്സിനോട് പറയാനുള്ളത്, റേഞ്ചിൽ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ബ്രേക്ക് ഔട്ട് കൺഫേം ആയാൽ മാത്രം എൻട്രി എടുക്കുക എന്ന തീരുമാനം എടുക്കുക. മാർക്കറ്റ് പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. എന്ന് വെച്ചാൽ ഓപ്ഷൻ ബയേഴ്സിന് അനുകൂലമല്ലാത്തതും ഓപ്ഷൻ സെല്ലേഴ്സിന് ഗുണകരവുമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. കഴിഞ്ഞ 2, 3, 4 ദിവസങ്ങൾ അങ്ങനെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നാളെയെങ്കിലും ഒരുപക്ഷെ അടുത്തൊരു ഫേസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നാളെ വരാൻ സാധ്യതയുള്ള, അത് മുകളിലേക്കോ താഴേക്കോ ആവട്ടെ, വരാൻ സാധ്യതയുള്ള ലെവലുകളെന്ന് ഞാൻ കരുതുന്ന ലെവലുകൾ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. ആ ലെവലുകൾ വാച്ച് ചെയ്യുക. ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഓരോരുത്തരും അവരവരുടെ റിസ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ പ്രോഫിറ്റബിളായ ഒരു ട്രേഡിംഗ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.